അതെ, ഇന്ന് നിസ്വകുട്ടിക്ക് വേണ്ടത് മിനി പാൻകേക്ക് ആണ് ട്ടോ. കഴിഞ്ഞ ദിവസം അവള് പുറത്തുനിന്ന് പാൻകേക്ക് കഴിച്ചു. അപ്പം മുതൽ എന്റെ പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി ഇത് ഉണ്ടാക്കി തരുമോന്ന്. അപ്പോൾ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 2 എഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് വാനില എസൻസ് എന്നിവ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി അത് മിക്സ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, അതിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത മിക്സാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പാൻകേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. അടുത്തത് പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മൾ പാൻകേക്ക് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പാൻകേക്കും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു ചോക്ലേറ്റ് ആണ് ചെയ്യുന്നത്. ഇത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ്. നിസ്വക്കുട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കാണാൻ കുറച്ചും കൂടി അട്രാക്ഷൻ ആവുമല്ലോ. അങ്ങനെ ഇതിലെല്ലാം പാൻകേക്സ് വെച്ചിട്ട് അതിന്റെ മുകളിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ഒഴിക്കുക. പാൻകേക്സ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിന് മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ഭംഗി ഒട്ടും കുറയ്ക്കണ്ട. നിങ്ങൾക്ക് ഇതിൽ ചോക്ലേറ്റിന് പകരം ന്യൂട്ടെല്ല, ഹണി എന്നിവയും ചേർക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം അവൾ പുറത്തുനിന്ന് കഴിച്ച പാൻകേക്കിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിസ്വക്കുട്ടിനെ വിളിക്കാം. നിസ്വക്കുട്ടി കഴിച്ചു നോക്ക്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.